ഗുരുതരമായ ആരോപണങ്ങൾ, ഞങ്ങളതൊന്നും ആവർത്തിക്കുന്നില്ല. ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്ന അഴിമതി, ഭരണത്തിൻ്റെ മറവിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനെക്കുറിച്ച് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് അല്ലേ? പയ്യന്നൂരിൽ പോലീസിന് നേരെ സ്റ്റീൽ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷം തടവിന് ശിക്ഷിച്ച ഒരാളെ പയ്യന്നൂരിലെ കൗൺസിലറാക്കി CPM. അയാൾക്ക് ജയിലിൽ പോയ ആദ്യത്തെ മാസം തന്നെ പരോൾ കൊടുത്തു. പരോളിൻ്റെ കാലാവധി തീർന്നപ്പോൾ വീണ്ടും പരോൾ നീട്ടിക്കൊടുത്തു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ബഹുമാനനായ മുഖ്യമന്ത്രി, പോലീസ് ജീപ്പിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞവനെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക്, ആഭ്യന്തരമന്ത്രിയുടെ കസേരയിലിരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? എന്ത് ധാർമ്മികമായ അവകാശമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളല്ലേ പോലീസിൻ്റെ മന്ത്രി. പോലീസിനെ കൊല്ലാൻ സ്റ്റീൽ ബോംബ് എറിയുന്നത് മറ്റേ പുഷ്പഹാരം വലിച്ചെറിയല്ലോ, പോലീസിന് നേരെ ബൊക്കെ കൊടുക്കുകയല്ലോ പോലീസിന്. സ്റ്റീൽ ബോംബ് എറിഞ്ഞ് നിങ്ങളുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ ശ്രമിച്ച ആൾക്ക് 20 വർഷം തടവിന് കോടതി ശിക്ഷിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിക്കുക. കാരണം ജയിക്കാന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊന്നും നോമിനേഷൻ കൊടുക്കാൻ പോലും അവിടെ സമ്മതിക്കില്ല. അത്ര അക്രമവും അത്ര അതിക്രമവുമാണ് അവിടെ കാണിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ മാസം ഇയാൾക്ക് പരോൾ കൊടുക്കുക. വളരെ ഗുരുതരമായ ആരോപണമാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിട്ടുള്ളത്. ശ്രീമതി KK രമ ഇവിടെ ഇരിക്കുന്നു. പാർട്ടിയിലെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടിയതിൻ്റെ പേരിലാണ് ശ്രീ TP ചന്ദ്രശേഖരൻ ക്രൂരമായി വധിക്കപ്പെട്ടത്. ഇന്ന് കുഞ്ഞികൃഷ്ണനും നേരിടുന്നത് അതേ പ്രശ്നം തന്നെയാണ്. ജീവന് ഭീഷണി നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയും. ഈ കണക്കൊന്നും വെളിപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല, പാർട്ടി കണക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് CPM ഇരട്ടത്താപ്പാണ്, എല്ലാ കാര്യത്തിലും വ്യാപകമായ ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിലുള്ളത്. പിന്നെ ഈ വിഷയം ഞങ്ങളുടെ പ്രവർത്തകരെ, സ്ത്രീകളടക്കമുള്ള ആളുകളെ ക്രൂരമായി പുറകിൽ നിന്ന് വന്ന് കുറുവടികളുമായി ആക്രമിച്ച് ആശുപത്രിയിലാക്കിയ ഒരു സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ സ്പീക്കറോട് ചോദിച്ചല്ലോ, റൂൾ 50യുമായി ബന്ധപ്പെട്ട ഏത് പ്രൊവിഷൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര? അപ്പോൾ CPM പ്രതിരോധത്തിലാവുന്ന, CPMന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാകുന്ന വിഷയം നിയമസഭയിൽ സംസാരിക്കേണ്ട എന്ന് സ്പീക്കർ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം കൊണ്ട് തീരുമാനിക്കുകയാണ്. ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇന്ന് ഈ അവസരം ഡിനൈ ചെയ്തത്? ഇതിവിടെ സംസാരിക്കണ്ടേ? ഒരു നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയാതെ രാഷ്ട്രീയ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിക്കുന്ന, അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന, പരസ്യമായ വധപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്ന, പരസ്യമായ ഭീഷണി നടത്തുന്ന, ക്രൂരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാതെ അവരെ അടിച്ചമർത്തുന്ന സംഭവം നിയമസഭയിലല്ലാതെ ഞങ്ങൾ എവിടെ പോയി പറയും? അത് പറയാനുള്ള അവസരം നിഷേധിച്ച് തുടർന്നാണ് ഞങ്ങൾ ഇന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്.